നമ്മള് കഴിഞ്ഞ ആഴ്ച സൂറത്ത് 78-ാമത്തെ ആയത്ത് വരെയാണ് പറഞ്ഞു വെച്ചത്. ഇന്ന് സൂറത്ത് കഹ്ഫിന്റെ രണ്ടാം ഘട്ടം ഇൻഷാ അല്ലാഹ് അവസാനിക്കുകയാണ്. സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടം ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം കുറച്ചു കാലങ്ങളായി നമ്മൾ ഈ സൂറത്ത് വായിക്കുകയും പാരായണം ചെയ്യുകയും മൂസാ നബിയും ഖിളർ എന്ന സ്വാലിഹായ ആ മഹാ മനുഷ്യനും തമ്മിലുള്ള സംസാരവും അവരുടെ ചില പ്രവൃത്തികളും ആ പ്രവൃത്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പിന്നീടുള്ള വിശദീകരണവും എല്ലാം തന്നെ നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്കതിൽ അമ്പരപ്പ് ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവിടെ മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള തഅ്വീല്, അതിന്റെ യാഥാർത്ഥ്യം അറിയാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഏറെ അമ്പരപ്പിലാണ് ഖിളർ എന്ന ആ സ്വാലിഹായ മഹാമനുഷ്യന്റെ കൂടെ സഞ്ചരിക്കുന്നത്. ആ അമ്പരപ്പിൽ നിന്നാണ് അദ്ദേഹം ഒരു ശരീഅത്തിന്റെ പ്രവാചകൻ എന്നുള്ള നിലക്ക് താൻ ക്ഷമാപൂർവം അങ്ങയോടൊപ്പം സഹവസിക്കാമെന്നും അങ്ങയുടെ ഒരു വിനീത ശിഷ്യനായി അങ്ങയോടൊപ്പം കൂടാമെന്നും പറഞ്ഞതിന് ശേഷവും കാണുന്ന ചില ഖിളർ സ്വാലിഹ് എന്ന മഹാമനുഷ്യന്റെ ചില ഇടപെടലിൽ അസ്വസ്ഥനായി മൂസാ നബി പെടുന്നനെ അതിനെ ചോദ്യം ചെയ്ത് അദ്ദേഹത്തോട് നടത്തിയ ആ വാഗ്ദാനത്തെ ലംഘിക്കുന്ന അല്ലെങ്കിൽ അതിനെ തെറ്റിക്കുന്ന ഒരവസ്ഥ മൂസാ നബി പോകുന്നത്. നമ്മൾ ഇന്ന് വളരെ ലാഘവത്തോടു കൂടി ഈ കാര്യങ്ങളെല്ലാം വായിച്ചു പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ പൊരുള് നമുക്ക് മുമ്പേ അറിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഒരു അമ്പരപ്പുമില്ലാതെ അതല്ലെങ്കിൽ ഒരു ആശ്ചര്യവുമില്ലാതെ നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം വളരെ ലളിതമായി ലാഘവത്തോടു കൂടി വായിച്ച് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ നമ്മൾ ഇതുവരെ പറഞ്ഞു വെച്ച ഈ വിഷയങ്ങളിലെല്ലാം തന്നെ അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കുകൾ, ആ ഉള്ളിലെ വിശാലമായ ആശയലോകങ്ങൾ, അർത്ഥതലങ്ങൾ, അതെല്ലാം നമ്മളെ ഏറെ ചിന്തിപ്പിക്കുകയും ഈ പ്രപഞ്ചത്തോട് ഇഴകിച്ചേർന്ന് ഈ പ്രപഞ്ചത്തിലെ കുറെ പൊരുളുകളോടൊപ്പം നടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മൗലാന അബുൽ ഹസൻ അലി നദ്വിയുടെ അസ്സിറാഉ ബൈനൽ ഈമാനി വൽ മാദിയ എന്ന് പറഞ്ഞിട്ട് സൂറത്തുൽ കഹ്ഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് അതാണ്, അസ്സിറാഉ ബൈനൽ ഈമാനി വൽ മാദിയ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അദ്ദേഹം ഈ പറഞ്ഞ അമ്പരപ്പുകളെ കുറിച്ച്, ആശ്ചര്യങ്ങളെ കുറിച്ചെല്ലാം അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. രണ്ട് ഇൽമുകൾ തമ്മിലുള്ള, രണ്ട് വൈജ്ഞാനിക ലോകങ്ങൾ സന്ധിക്കലും അവിടെ ഇരുകൂട്ടരും പരസ്പരം പൊരുത്തപ്പെട്ടു പോകുന്ന മനോഹരമായ കാഴ്ചയെക്കുറിച്ചെല്ലാം മഹാനായ അബുൽ ഹസൻ അലി നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്. ഇതുവരെ പറഞ്ഞു വെച്ച വിഷയങ്ങളിൽ മൂസാ നബി തന്നെ സ്വയം തന്റെ ഗുരുവിനോട് പറയുകയാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങയുടെ പ്രവൃത്തിയിൽ ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ, വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് ഞാൻ തന്നെ സ്വയം അവസാനിപ്പിച്ചു കൊള്ളാം എന്ന് മൂസാ നബി തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ മുമ്പിൽ ആ ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. അതുകൊണ്ടാണ് ഖിളർ എന്ന സ്വാലിഹായ മുകളിലുള്ള ഒരു വിഷയം, ആ പട്ടണവാസികളുമായി ബന്ധപ്പെട്ട് അള്ളാഹു ആ വിഷയത്തെ ഉദ്ധരിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ച വാക്കുകളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശാലമായിട്ട് പറയുകയുണ്ടായി. അവിടെ ഫവജദ ഫീഹ ജിദാറൻ യുരീദു അൻ യൻഖല്ല ഫഅഖാമഹു. ഈ സൂറത്ത് പലതവണ വായിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് പ്രവാചകന്മാരുടെ അവരുടെ നിലവിലുള്ള വിജ്ഞാന ലോകവും മാനസികാവസ്ഥയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതെല്ലാം തന്നെ. നമ്മളത് വിശദീകരിച്ച് പറയുകയുണ്ടായി അല്ലെ. ഇറാദത്ത് എന്ന വാക്ക് അത് ചിന്തയുള്ള, ബുദ്ധിയുള്ള മനുഷ്യനുമായി ചേർത്ത് പറയുന്ന ഒരു വാക്കാണ് അറബി ഭാഷയിൽ. എന്നാൽ ഇവിടെ അത് ഒരു ചുമരുമായി അള്ളാഹു, ഒരു ചുമരിന്റെ ഒരു ഹൃദയത്തുടിപ്പുമായി ആ വാക്കിനെ അള്ളാഹു ബന്ധിപ്പിക്കുകയും അങ്ങനെ ഒരു ചുമര് തന്നെ
അത് സംസാരിക്കുന്ന, അതിൻ്റെ തകർച്ചയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു വിഷയത്തെ അള്ളാഹു ആ ഒരു വാക്കിൻ്റെ ഉള്ളിൽ ചേർത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പ്രപഞ്ചവുമായി, ഈ നമുക്ക് ചുറ്റുമുള്ള ഓരോ ജീവജാലങ്ങളുമായിട്ട് അഗാധമായി സംവദിച്ച് നിൽക്കേണ്ട. അപ്പോ ആ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെ നന്നായിട്ട് തന്നെ അൽഹംദുലില്ലാ നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ മൂസാ നബി തന്നെ സ്വയം ഒഴിഞ്ഞ് പോവാമെന്ന് തൻ്റെ ഗുരുവിനോട് വാക്ക് നൽകുകയാണ്. അപ്പോ അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമതും മൂസാ നബി അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ ഇടപെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോ മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഈ പട്ടണ നിവാസികളുടെ അരികിൽ എത്തുന്നതിന് മുമ്പുള്ള ചെയ്തി എന്ന് പറയുന്നത്, അത് മൂസാ നബി എന്നല്ല, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അമ്പരപ്പ് സൃഷ്ടിക്കുന്ന ഒരു ഇടപെടലാണ്. മൂന്നാമത്തതും അതുപോലെ തന്നെയാണ്. ഒന്നും രണ്ടും ഒരു കേടുവരുത്തുന്ന, അല്ലെങ്കിൽ ഒരു കുഞ്ഞുമായി ബന്ധപ്പെട്ട് ആ കുഞ്ഞിന്റെ വധവുമായി നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ അവിടെ അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ചോദിക്കാം. എന്നാൽ അതൊരു പട്ടണത്തിലേക്ക് എത്തുമ്പോൾ ആ പട്ടണ നിവാസികളെ നമ്മുടെ ചിന്തക്കനുസരിച്ച് ഒരിക്കലും അവരോട് ആ കാരുണ്യം കാണിക്കേണ്ടതില്ല എന്നാണ് നമ്മൾ പറയുക. പക്ഷേ അവരെ നിരാകരിച്ചപ്പോഴും ഒരു അന്യരായ ഒരു വ്യക്തികളോട് ആ പട്ടണവാസികൾ ഒരു നിലക്കുമുള്ള ബഹുമാനമോ അല്ലെങ്കിൽ ഒരു ആദരവോ, അവരുടെ വിശപ്പിനോട് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ബോധമോ കാണിക്കാത്ത ആ സമൂഹത്തോട് അവിടെ തന്നെ പൊളിഞ്ഞു കിടക്കുന്ന ഒന്ന് ഒരു പ്രതിഫലവും കാംക്ഷിക്കാതെ, ഇച്ഛിക്കാതെ അവിടെ ശരിപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അമ്പരന്ന് പോകും. ഒരിടത്ത് ഒരിക്കലും ചെയ്യാൻ ഒരു ഹുക്കുമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രവാചകന്റെ ചിന്തയിൽ ചെയ്യാൻ പാടില്ലാത്ത ഒന്ന്, എന്നാൽ മറ്റൊരിടത്ത് എത്തുമ്പോൾ ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാതെ അവർ പൂർണ്ണമായി നിരാകരിച്ചിട്ടും ആ പട്ടണത്തിലെ ഒരു പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഭവനം പെടുന്നതിനെ അദ്ദേഹം വളരെ നന്നായി അത് ചൊവ്വായി സ്ഥാപിക്കാനുള്ള, അതിൻ്റെ കേടുപാടുകൾ തീർക്കാനുള്ള വളരെ ചടുലമായ നീക്കം നടത്തുന്നതും മൂസാ നബി കാണുകയാണ്. അപ്പോൾ ഇതുകൊണ്ടെല്ലാമാണ് ഞാൻ പറഞ്ഞത്, മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം തന്നെ അമ്പരപ്പുളവാക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അമ്പരപ്പ് ഇന്ന് നമുക്കില്ലാത്തത് നമ്മൾ ഇതിനെ ലാഘവത്തോടു കൂടി വായിച്ചു പോകുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ നമുക്ക് മുമ്പിൽ ഈ ചെയ്ത ക്രിയകളുടെ, പ്രവൃത്തികളുടെ രഹസ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വ്യക്തമായതും കൊണ്ടാണ്. ഏതായാലും ഇവിടെ ഈ 3 ഘട്ടങ്ങൾക്ക് ശേഷം മൂസാ നബി പറഞ്ഞതനുസരിച്ച് ഖിളിർ എന്ന സ്വാലിഹായ മനുഷ്യന് പറയുകയാണ്, അദ്ദേഹം ഒരു ഗുരു എന്നുള്ള നിലക്ക് മാന്യത പുലർത്തുന്നുണ്ട്. ഇവിടെ അദ്ദേഹത്തോട് കോപിക്കുകയോ അദ്ദേഹത്തോട് ഏതെങ്കിലും തരത്തിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറയുകയോ ചെയ്യുന്നില്ല. എന്നാൽ മൂസാ നബി തന്നെ അത് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം പറയാണ്, അദ്ദേഹം പറഞ്ഞു, ആദാ ഫിറാഖു ബൈനി വ ബൈനിക. ഇത് നിന്റെ ഈ ചോദ്യം ഉണ്ടല്ലോ, ഇപ്പൊ ഈ ചോദിച്ച അവസാനത്തെ ഈ ചോദ്യം, നീ പറഞ്ഞതനുസരിച്ച് എന്റെയും നിന്റെയും ഇടയിലുള്ള ഒരു വേർപിരിയലിന് സമയമായിരിക്കുന്നു. അപ്പോ ഇവിടെ ഹാദ എന്നുള്ളതിനെ ഇമാം ഷഅറാവി വിശദീകരിക്കുന്നത്, നീ തന്നെ പറഞ്ഞതനുസരിച്ച്, നീ തന്നെ എൻ്റെ മുമ്പിൽ വെച്ച നിർദ്ദേശമനുസരിച്ച് ഇതാ നമുക്ക് വേർപിരിയാം അപ്പോ അദ്ദേഹത്തിന്റെ പക്കൽ നിന്നുള്ള, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഇടപെടലല്ല, മറിച്ച് നീ തന്നെ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് നമുക്ക് എന്താക്കാം, പിരിയാം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ നിനക്ക് ശേഷം പറഞ്ഞു തരാം, നിനക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയ ഈ കാര്യങ്ങളുടെ തഅ്വീൽ, അതിന്റെ ഹഖീഖത്ത്. ഇവിടെ തഅ്വീൽ എന്ന് പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം, അതിന്റെ വസ്തുത, അതിന്റെ പിറകിലുള്ള ശരിയായ രഹസ്യങ്ങൾ ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ്.
അപ്പൊ ഇവിടെ മുമ്പ് നമ്മൾ പിന്നെ നബ് എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നബ് എന്ന വാക്ക് അത് വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയത്തെ അവതരിപ്പിക്കാനാണ് നബ് എന്ന വാക്കിനെ അള്ളാഹു ഖുർആനിൽ ഉപയോഗിക്കുക. ഇപ്പൊ സൂറത്ത് ഖസ്സൽ തുടങ്ങുമ്പോൾ പിന്നെ മിൻ നബഇ മൂസ എന്ന് പറയും. അപ്പൊ അവിടെ നബ് എന്ന വാക്ക് ഇമാം ഷഅറാബി അതിനെ വിശദീകരിക്കല് വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് നബ് എന്ന വാക്ക് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നാ. അല്ലെങ്കിൽ പിന്നെ ഖബർ എന്ന വാക്ക് പിന്നെ കൊണ്ടുവരാം. പക്ഷെ ഖബർ എന്ന വാക്കിൽ ആ ഒരു ഗൗരവതരേനയുള്ള ഒരു ആശയം പ്രകടമാകുന്നില്ല. എന്നാൽ നബ് എന്ന വാക്കിൻ്റെ ഉള്ളിൽ ഗൗരവത്തിലുള്ള വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്നും വളരെ ചിന്തയോടുകൂടി ആ വിഷയത്തെ സമീപിക്കണമെന്നുമുള്ള അള്ളാഹുവിന്റെ ഒരു ആജ്ഞയുണ്ട് അതിനുള്ളിൽ എന്നാണ് അദ്ദേഹം പറയുക. അപ്പൊ ഇവിടെ തന്നെ സ ഉനബ്ബിഉക, അങ്ങേക്ക് നാം ഗൗരവതരത്തിൽ തന്നെ ആ വിഷയത്തെ ബോധ്യപ്പെടുത്തി തരാം. ബിതഅ്വീലി മാലം തസ്തതി അലൈഹി സബ്ര, അങ്ങേക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയ ആ വിഷയത്തിന്റെ പൊരുൾ ഇതാ വളരെ ഗൗരവത്തിൽ തന്നെ അങ്ങേക്ക് നാം ബോധ്യപ്പെടുത്തി തരികയാണ് എന്ന് പറയാം. അപ്പോ ഇവിടെ സ്വബർ എന്ന വാക്കിനെ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വിദ്യ ആർജിക്കുന്ന മനുഷ്യര് എങ്ങനെയാണ് ക്ഷമ കൈകൊള്ളേണ്ടത് എന്ന് ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു ഇടത്ത് ആ വാക്കിനെ ഉപയോഗിക്കുമ്പോഴും ഒരു ശരീഅത്തുമായി നിൽക്കുന്ന ഒരു പ്രവാചകന്റെ ഒരു തെറ്റിനോടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ രൂപപ്പെടുന്ന ഒരു തെറ്റിനോടുള്ള ഒരു പിന്നെ ശീഘ്രമായ ഇടപെടലുണ്ട്. അത് നമ്മുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാവണമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. കാരണം ഒരു പ്രവാചകൻ ഒരു തെറ്റ് കാണുമ്പോൾ ആ തെറ്റിനെ ഹലാല് ഹറാമ് എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവാചകനായതുകൊണ്ട് തന്നെ അതിന്റെ മുമ്പിൽ നിശബ്ദത പാലിക്കേണ്ടവരല്ല, ഉടനെ നിങ്ങൾ ഇടപെടേണ്ടതുണ്ട് എന്ന ഒരു പാഠം നൽകുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ പിന്നെ റുഷ്ദ് തേടിക്കൊണ്ട് ഒരു വ്യക്തിയുടെ അരികിലെത്തുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് നിലനിൽക്കെ നമ്മൾക്ക് കുറച്ചൊന്ന് ക്ഷമിക്കാമെന്നുള്ള നമ്മയെ പോലെയുള്ള ആളുകളോട് അതിൻ്റെ ഇടയിൽ അള്ളാഹുവിന്റെ മറ്റൊരു ഉപദേശവുമുണ്ട്. നമ്മെ പോലെയുള്ള ആളുകളോട് ഒന്ന് ക്ഷമിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒരു പാഠവും അതിൻ്റെ ഉള്ളിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ ഖിദർ എന്ന ആ മഹാസ്വാലിഹായ മനുഷ്യന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഒന്നാമത് പറയാണ് അമ്മസ്സഫീനത്തു, അങ്ങേക്ക് നാം പറഞ്ഞു തരാം. നാം ആദ്യം ഇടപെട്ട ഒരു ഇടമുണ്ടല്ലോ, നാം ഒരു കപ്പലിനെ കാണുന്നു, ആ കപ്പൽ പെടുന്നതിനെ കേടുപാടുകൾ വരുത്തുന്നു. ആ ഒരു സംഭവം അമ്മസ്സഫീനത്തു ഫക്കാനത്തിൽ മസാക്കീന, അത് പിന്നെ ഒരു മിസ്കീന്മാരായ ആളുകളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലായിരുന്നു. അമ്മസ്സഫീനത്തു ഫക്കാനത്തിൽ മസാക്കീന, അത് കുറെ മിസ്കീന്മാരായ മനുഷ്യരുടെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലായിരുന്നു. ഇപ്പൊ ഇവിടെ യഅ്മലൂന ഫിൽ ബഹരി, സമുദ്രത്തിൽ ജോലി ചെയ്യുന്ന, ഫഅറദ്തു അൻ ഇബഹ, ഞാൻ അതിനെ കേടുപാടുകൾ വരുത്താൻ ഞാൻ ഉദ്ദേശിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വക്കാന വറാഅഹും മലിക്കുൻ, അവർക്ക് പിറകിൽ ഒരു രാജാവുണ്ട്, അല്ലെങ്കിൽ ഒരു അധികാരിയുണ്ട്. യഖുദു കുല്ല സഫീനത്തിന് വസ്ബ, അന്യായമായി അക്രമരൂപത്തിൽ അതിനെ പിടിച്ചടക്കുന്ന ഒരു ഭരണാധികാരി അവർക്ക് പിറകിലുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് മൂസാ നബിക്ക് ഖിദർ എന്ന സ്വാലിഹായ മനുഷ്യന് വിശദീകരിച്ചു കൊടുക്കുന്നത്. 2-3 പ്രയോഗങ്ങളെ കുറിച്ച് ഈ ആയത്തിൽ നന്നായി ചിന്തിച്ചു പോവേണ്ടതുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളാണ്. ഈ കപ്പല് പാവപ്പെട്ടവരുടേതായിരുന്നു എന്നാണ്. ഇപ്പൊ മിസ്കീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ്. മിസ്കീൻ എന്ന വാക്കിന് അത് യംലികു ഷൈഅൻ ലാ യക്ഫീഹി, കുറച്ച് വസ്തുക്കളെല്ലാം അയാളെ കയ്യിൽ ഉണ്ടാവും, പക്ഷെ അത് അദ്ദേഹത്തിന് തികയില്ല. അങ്ങനെ അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളെയാണ് മിസ്കീൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫക്കീർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നിലക്കുമുള്ള ഒരു വസ്തു കയ്യിലില്ലാത്തവനെയാണ് ഫക്കീർ എന്ന് വിശേഷിപ്പിക്കുക. അപ്പോ മിസ്കീൻ എന്ന വാക്കിന് പണ്ഡിതന്മാര് ഇതുപോലെ അർത്ഥം നൽകാൻ പ്രേരിപ്പിച്ച ഒരു വിഷയം പോലും അള്ളാഹു ഇവിടെ ഈ കപ്പലിനോട് മിസ്കീൻ എന്ന വാക്ക് ഉപയോഗിച്ചത് കൊണ്ടാണ്. അപ്പൊ അത്
മിസ്കീനായ ഒരു പാവപ്പെട്ട ആളുകളുടെ ഒരു കപ്പലായിരുന്നു. പാവപ്പെട്ടവൻ മിസ്കീൻ എന്ന വാക്കിന് അറബിയിൽ അപ്പൊ അതിനെങ്ങനെയാണ് അർത്ഥം നൽകേണ്ടത്? അഥവാ കുറച്ച് ഭൗതികമായ കുറച്ച് സംവിധാനങ്ങളിൽ ഉണ്ടാവും, പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് അതിനെ നന്നായി പരിപോഷിപ്പിക്കുവാൻ പര്യാപ്തമായ ഒന്ന് അയാളുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോ രണ്ട് ഭാഗവും മുട്ടിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒന്ന് ഇഴഞ്ഞ് പോകുന്ന ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് അത്തരം ആളുകൾക്ക് ഉണ്ടാകുക. എന്നാൽ ഫക്കീർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് പോകുന്ന ആളുകളെയാണ് ഫക്കീർ എന്ന് വിശേഷിപ്പിക്കുക. അപ്പൊ ലി മസാക്കിൻ എന്ന ആലാമ് അത് അവരുടെ ഉടമസ്ഥതയിലുള്ള ഒന്ന് എന്ന ഒരു ആശയത്തെ കൊണ്ടുവരുവാനാണ് അവിടെ അലാമിനെ അള്ളാഹു അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതായാലും യഅമലൂന ഫിൽ ബഹരി, അവര് കടലിൽ പിന്നെ ജോലി ചെയ്യുന്നവരാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ഈ കടൽ തീരങ്ങളിലും പോയി കഴിഞ്ഞാൽ ധാരാളം ഇത്തരം ആളുകൾ നമുക്ക് കാണാൻ പറ്റും. അവർക്ക് ഇത്തരത്തിലുള്ള സാമഗ്രികളെല്ലാം ഉണ്ടാവും, ബോട്ടുണ്ടാവും, അതുപോലെ തന്നെ വള്ളമുണ്ടാവും, എല്ലാം ഉണ്ടാവും. കാഴ്ചയിൽ അവരതിൻ്റെ എല്ലാം തന്നെ ഉടമകളും ഉടമസ്ഥരും അവരുടെ മക്കളുടെ നല്ല സ്വപ്നങ്ങൾക്ക് അവർക്ക് വേണ്ട രൂപത്തിലൊന്നും കൈത്താങ്ങായി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ഈ കടലിൽ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് ഇമാം ഷാറാവി പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഉപകരണങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ നമ്മുടെ കൺമുമ്പിൽ ഉള്ളതായി നമ്മൾ കണ്ടാൽ അവരെന്തോ വലിയവരാണ് എന്ന ചിന്തയുണ്ടാവരുത്. അതിനപ്പുറം അവരുടെ നീറുന്ന ഉള്ളിനെ കുറിച്ചുള്ള ചിന്ത നമുക്കുണ്ടാവണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്കെല്ലാം പോയി കഴിഞ്ഞാൽ എത്രയോ ആളുകൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ കടൽ തീരങ്ങളിലും ജോലി ചെയ്യുന്ന മത്സ്യബന്ധനത്തിനായി സമുദ്രത്തിൽ പോകുന്ന ആളുകളെല്ലാം തന്നെ പലപ്പോഴും പട്ടിണിയിലും അതുപോലെ തന്നെ ജീവിതത്തെ രണ്ട് തലയും മുട്ടിക്കാൻ കഴിയാത്ത നീറുന്ന ജീവിതത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന കുറേ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അവരോടുള്ള കടപ്പാടിനെ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് അള്ളാഹു ഇവിടെ പറയുന്നുണ്ട് നാം. കാരണം ഒരു സ്വാലിഹായ മനുഷ്യന് അവർക്ക് ഒരു നഷ്ടം വരാതിരിക്കാൻ, അപ്പൊ ഒരു കേട് പിന്നെ എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാളും നല്ലതാണ് അത് ചെറിയ കേട് വരുത്തിയിട്ട് അതിനെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അത് ചിലയിടങ്ങളിൽ അത്തരം സമീപനങ്ങൾ സ്വീകരിക്കണമെന്ന് ഒരു ഫിഖ്ഹിന്റെ ഒരു കർമ്മശാസ്ത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില അടിക്കുറിപ്പുകൾ കൊണ്ടുവരാൻ പോലും ഈ ഒരു ചർച്ച കാരണമായിട്ടുണ്ട്. ചിലതിനെ പൂർണ്ണമായും നാശത്തിന് വിട്ടുകൊടുക്കുന്നതിന് പകരം അതിൽ ചെറിയ നാശങ്ങൾ വരുത്തി അതിനെ സംരക്ഷിക്കാം എന്ന ഒരു മസ്അല, ഒരു അഭിപ്രായം ഇതിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട് പണ്ഡിതന്മാര്. അപ്പോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വായിച്ചു പോകുമ്പോൾ ഏതോ ഒരു കാലത്തെ ഒരു പാവപ്പെട്ട സമൂഹത്തെ കുറിച്ചുള്ള ചർച്ചയല്ല അള്ളാഹു നടത്തുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഇത്തരത്തിലുള്ള കുറെ മനുഷ്യരെ കുറിച്ചുള്ള ചർച്ച അള്ളാഹു ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, നമ്മൾ ഒരു നിലക്കും അവരെ കുറിച്ച് ഒരു ആകുലതയും രേഖപ്പെടുത്താത്ത, അല്ലെങ്കിൽ അവരുടെ പട്ടിണിയെക്കുറിച്ച്, അവരുടെ വേദനയെക്കുറിച്ച്, അവരുടെ വീടിന്റെ ഉള്ളിലുള്ള അവരുടെ മക്കളുടെ സ്വപ്നങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഒരു ചിന്തയുമില്ലാത്ത ഒരു സമൂഹമായിട്ട് മാറരുത്. അതിനപ്പുറം ഇത്തരത്തിലുള്ള മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ജീവിതാവസ്ഥ നിങ്ങളിൽ ഉണ്ടാവണമെന്ന് അള്ളാഹു ഇതിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ്. കാരണം ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് ഇത് നഷ്ടപ്പെടരുത് എന്നൊരു ചിന്ത ഉണ്ടല്ലോ. അവരുടെ ജീവിതം വഴിയാധാരമായി പോവരുത്, അത് മുട്ടിപ്പോവരുത്, അവരുടെ അന്നം മുട്ടിപ്പോവരുത്. ഇതിലൂടെയാണ് അവരുടെ ജീവിതോപാധി നിലനിൽക്കുന്നത്. അപ്പോൾ ഇത് സംരക്ഷിക്കേണ്ടതുണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു വലിയൊരു മെസ്സേജ് ഇതിൻ്റെ ഉള്ളിൽ അള്ളാഹു നമുക്ക് കൈമാറുന്നുണ്ട്. അപ്പൊ ഈ ആയത്ത് വായിച്ചു പോകുന്ന നമ്മൾ ഒരു കടൽ തീരത്ത് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ ഇത്തരം മനുഷ്യരെ കുറിച്ച് ആലോചിക്കുന്നതും അവരുടെ ജീവിത വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും ചർച്ച ചെയ്യുന്നതും അവരെ കുറിച്ച് ആലോചിക്കുന്നതും അവരെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള നല്ല നടപടികൾ സ്വീകരിക്കുന്നതും ഈ ആയത്തുകൾ വായിച്ചു പോകുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഉത്തമമായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും ഇവിടെ അറത്തു അൻ അഈബഹ, ഇവിടെ
അറത്തു എന്നാണ് ഖിളിർ അലൈഹിസ്സലാം ഉപയോഗിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ചു എന്നാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷാറാവി പറയുന്നുണ്ട്, ഇത് അള്ളാഹുവിന്റെ ദാത്തിനെ തെൻസീഹ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് നശിപ്പിച്ചു എന്നുള്ള ഒരു 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 വർത്തമാനം അള്ളാഹുവിന്റെ ദാത്തുമായി ചേർത്ത് പറയാൻ പറ്റുന്ന ഒന്നല്ല. കാരണം അള്ളാഹു എപ്പോഴും നന്മയും അതുപോലെ തന്നെ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാഇ, അള്ളാഹു ഒരിക്കലും മോശങ്ങൾ ചെയ്യാൻ അള്ളാഹു പ്രേരിപ്പിക്കൂല. പിന്നെ അങ്ങനെ പറയുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന്റെ ആ ദാത്തിന്റെ വിശുദ്ധിയെ, അള്ളാഹുവിന്റെ ഇടപെടലിന്റെ മഹത്വത്തെ, അതിന്റെ പരിപാവനത്വത്തെ അള്ളാഹു വിളിച്ചു പറയുവാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട് ഖുർആനിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമ്മുടെ പക്കൽ നിന്നുണ്ടാകുന്നതിനെ അള്ളാഹുവിന്റെ ആ ദാത്തുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ അള്ളാഹുവിന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വേറെയാണെങ്കിലും ഒരു ചെയ്തിയെ, നമ്മളിൽ നിന്നുള്ളൊരു ചെയ്തിയെ ഖിളിർ നബി അള്ളാഹുവിൽ നിന്നുള്ള വ്യക്തമായ ഒരു ലഭിച്ച ഒരു ഇർഷാദിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിലും ആ ഒരു പ്രവൃത്തി പോലും അള്ളാഹു എന്നോടത് കൽപ്പിച്ചു അതുകൊണ്ട് ചെയ്തു എന്ന് പറയുകയല്ല, എന്നാൽ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറയാണ്. എന്നാൽ ചിലതിനെ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറയാതെ ഒരു ബഹുവചനം കൊണ്ടുവന്ന് അതിൽ നന്മയുള്ളത് കൊണ്ട്, അതിൽ ചില കാരുണ്യപൂർവമായ ഇടപെടലുള്ളത് കൊണ്ട് ആ രൂപത്തിൽ അള്ളാഹു ഖിളിർ നബി വാക്കുകൾ ഉപയോഗിക്കുന്നത് ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണുവാനും കഴിയും. പക്ഷെ ഇവിടെ ഈ ഐബഹ എന്ന വാക്കിനോടൊപ്പം അറത്തു എന്ന വാക്കിനെ പ്രയോഗിച്ചതിലൂടെ അള്ളാഹുവിന്റെ ആ ദാത്തിന്റെ വിശുദ്ധിയെ അദ്ദേഹം മാനിക്കുകയും അതിനെ അദ്ദേഹം മഹത്തരമായി കാണുകയും ചെയ്യുന്നു എന്ന ഒരു പാഠം ഇതിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്നു. അത്തരം ഒരു നല്ലൊരു ചിന്തയെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നു. അപ്പൊ വക്കാന വറാഅഹും മലിക്കുൻ, വറാ എന്ന വാക്ക് കുറെ സ്ഥലങ്ങളിൽ ഖുർആൻ ഉപയോഗിച്ചത് കാണാൻ പറ്റും. 4 അർത്ഥത്തിലാണ് വറാ എന്ന വാക്കിനെ ഖുർആൻ ഉപയോഗിക്കുന്നത്. ഖൽഫ് എന്ന, പിറകിൽ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ദൂരെ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇതല്ലാത്തത് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ 3-4 തരത്തിലാണ് ഈ ഖൽഫ് എന്ന വാക്കിനെ, വറാ എന്ന വാക്കിനെ. ഏതായാലും ഇവിടെ വക്കാന വറാ ഒരു അക്രമിയായ ഒരു ഒരു ഭരണാധികാരിയുണ്ട്. ഓസ്ബ് എന്ന് പറഞ്ഞാൽ അന്യായമായി, ഒരു നീതിയും കൂടാതെ, ഖഹ്റൻ എന്ന് പറഞ്ഞാൽ വളരെ ബലാത്കാരമായി പിടിച്ചടക്കുന്നതിനാണ് ഓസ്ബ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ആ ഒരു അക്രമിയിൽ നിന്നും പാവപ്പെട്ട ഈ ഒരു സമൂഹത്തെ രക്ഷിക്കാനാണ് അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്തത് എന്ന് മൂസാ നബിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ മൂസാ നബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിന്റെ മുമ്പിൽ അങ്ങ് ദൂരെയുള്ള ഒരു വിഷയത്തെ അള്ളാഹു ആ മറ നീക്കി കൊടുത്തത് കൊണ്ട് തന്നെ കാണുവാൻ സൗഭാഗ്യം കൊടുത്തു. അതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന ആ പ്രവാചകന്റെ മുമ്പിൽ ആ മറ നീക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് കാണാൻ സാധിക്കാതെയും പോയി. അതുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യമായിരുന്നു അത്. അപ്പൊ 2 വിജ്ഞാന തലങ്ങളെ അള്ളാഹു ഇവിടെ വെക്കുന്നുണ്ട്. ഒരു വ്യക്തി ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ തന്നെ അതിന്റെ വരായികയെ കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഭാവി സാധ്യതകളെ കുറിച്ച്, എന്തൊക്കെയാണ് അതിന്റെ മുമ്പിലുള്ളത് എന്ന് കാണുവാൻ, അള്ളാഹു എങ്ങനെയൊക്കെയാണ് അതിനെ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് കാണുവാനുള്ള ആ ഒരു ദൃഷ്ടിയുടെ ആ ഒരു ഒരു ശക്തിയും, അതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി പ്രവാചകനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് മുമ്പിൽ അള്ളാഹു അത്തരത്തിലുള്ളൊരു കാഴ്ചയെ അള്ളാഹു മറയിട്ടിരിക്കുന്ന ഒരവസ്ഥയും ഈ ഒരു വ്യാഖ്യാനത്തിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ സംഘർഷമോ സങ്കീർണതയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപമര്യാദയോ അല്ലെങ്കിൽ അനാദരവോ 2 കൂട്ടർക്കും ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മളും ഇതുപോലെ പരസ്പരം ആളുകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആളുകളെ വെറുപ്പിക്കല്ല വേണ്ടത്, മാന്യമായി സംസാരിക്കുകയും നമുക്കറിയാത്ത വിഷയങ്ങളാണെങ്കിൽ അവിടെ നിശബ്ദത പാലിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഏതായാലും ഇനി പറയാണ് വഅമ്മൽ ഗുലാമു. അപ്പൊ ഗുലാം എന്ന് പറഞ്ഞാൽ അറബിയിൽ പ്രായപൂർത്തി എത്താത്ത യൗവന പ്രായക്കാരായ കുട്ടികളാണ് ഗുലാം എന്ന വാക്ക് അറബിയിൽ ഉപയോഗിക്കുക. വഅമ്മൽ ഗുലാമു, അപ്പോൾ ആ വധിച്ചു കളഞ്ഞ കുട്ടിയുണ്ടല്ലോ, വക്കാന അബവാമിനേനി, അവരുടെ ആ കുട്ടിയുടെ ഉപ്പയും ഉമ്മയും മുഅ്മിനീങ്ങളായിരുന്നു.
ഫഹഷീന, അവിടെ നമ്മൾ ഭയപ്പെട്ടു. അവിടെ കണ്ടോ, ഫഹഷീത്തു എന്നല്ല പറഞ്ഞത്, ഫഹഷീന, അവിടെ നാം ഭയപ്പെട്ടു. അവിടെ അള്ളാഹുവിന്റെ തന്നെ ഒരു പിന്നെ വർത്തമാനമായിട്ട് അതിനെ ചേർത്ത് പറയാം. അപ്പൊ നമ്മൾ പറയല്ലേ, പിന്നെ അള്ളാഹുവിന്റെ ദാത്തുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ എപ്പോഴും അള്ളാഹു ഏകവചനത്തെ കൊണ്ടുവരികയും അള്ളാഹുവിന്റെ പിന്നെ ഹൽക്ക്, അതുപോലെ തന്നെ മുൽക്ക്, തസല്ലുത്ത്, തദബ്ബുർ, ഇതെല്ലാം തന്നെ ഉൾച്ചേർന്ന് വരുന്ന പ്രവൃത്തിയിൽ ബഹുവചനം സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഫഹഷീന, രണ്ട് രൂപത്തിലും അതിനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഫഹഷീന, അവിടെ നാം ഭയപ്പെട്ടു. അയ്യുർഹിഖഹുമാ, അയ്യുർഹിഖഹുമാ തുഗ്യാനം വ കുഫ്ര, ആ കുട്ടിയുണ്ടല്ലോ അവരെ നിർബന്ധിതരാക്കി തീർക്കുമോ എന്ന്. തുഗ്യാനം വ കുഫ്ര, ഏത് അതിക്രമത്തിനും അവിശ്വാസത്തിനും അവരെ ആ കുട്ടി നിർബന്ധിതരാക്കി തീർക്കുമോ എന്ന് നാം ഭയപ്പെട്ടു. ഞാൻ എന്നല്ല, നാം ഭയപ്പെട്ടു. അപ്പൊ ഇവിടെ ഇതിലൂടെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഇത് വായിച്ചു പോകുന്ന, ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ്, നമ്മൾ ഈ സൂറത്തുൽ കഹ്ഫ് പ്രഭാതത്തിൽ വായിച്ചവരുണ്ടാവും, ഇന്ന് ഇത് പാരായണം ചെയ്തവരുണ്ടാവും, ഇതെല്ലാം പിന്നെ ഒരു വേള കണ്ണോടിച്ചു പോയവരുണ്ടാവും. നമുക്ക് ഇതെല്ലാം നൽകുന്ന പാഠം എന്താണ്? നിങ്ങൾ നോക്കൂ, ഒരു മുഅ്മിനാകുമ്പോൾ അള്ളാഹു എങ്ങനെയൊക്കെയാണ് അവൻ ഹഫീളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹിഫാലത്തിൽ എങ്ങനെയാണ് വെക്കുന്നത്. ഒരു മുഅ്മിനായ ഒരു മനുഷ്യന്റെ കുട്ടിയോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യം എങ്ങനെയാണ് എന്ന് അള്ളാഹുദിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരീഅത്തിൽ നിൽക്കുന്ന, ഒരു ഹലാൽ ഹറാമിന്റെ ലോകത്ത് ജീവിക്കുന്ന, അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കി ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രവൃത്തി വലിയ അപകടകരമായ ഒരു പ്രവൃത്തിയാണെങ്കിലും, ചോദ്യം ചെയ്യേണ്ട, മൂസാ നബി തന്നെ ചെയ്തതുപോലെയുള്ള ചോദ്യം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണെങ്കിലും, അതിനപ്പുറം ഒരു വിജ്ഞാനത്തിന്റെ ഒരു ലോകത്തെ ഇതിലൂടെ അള്ളാഹു തുറക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട ഒരു ലോകത്തെ, ആ ഖദർ അള്ളാഹു എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന ഒരു ചിന്ത അള്ളാഹു ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഏതൊരു പ്രവൃത്തിക്ക് മുമ്പിലും പിമ്പിലുമുള്ള അള്ളാഹുവിന്റെ തഖ്ദീറും തദ്ബീറും അള്ളാഹുവിന്റെ ഖലാഉമെല്ലാമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയൊരു ചിന്തയെ അതിൻ്റെ ഉള്ളിൽ അള്ളാഹു ചേർത്ത് വെക്കുന്നുണ്ട്. അത് ചിന്തിക്കുന്നവർക്ക്, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം തന്നെ ഒരു മനസ്സിന് ഒരു വിശാലതയും അതുപോലെ തന്നെ ശാന്തമായ ഒരു അവസ്ഥയിലും തന്നെ അതിലൂടെ കൈവരിക്കാനും സാധിക്കും. അപ്പൊ ഇവിടെ മുഅ്മിനാകുക എന്നുള്ളത് വലിയൊരു വിഷയമായിട്ട് അള്ളാഹു തന്നെ പഠിപ്പിക്കുക. എന്താ മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതും കൂടി നമ്മൾ അറിയണമല്ലോ. നമ്മൾ ഒരു അറബിയെ സംബന്ധിച്ചിടത്തോളം മുഅ്മിൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ചിന്തയിലൂടെ 100,000 അതുമായി ബന്ധപ്പെട്ട ഉത്കൃഷ്ടമായ ഒരു ജീവിത സമർപ്പണ ബോധം കടന്നു പോകും. പക്ഷെ നമ്മൾ ഇന്ന് അതൊരർത്ഥമില്ലാത്തൊരു ജടിലമായ വാക്കായി ഉപയോഗിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പരിസരങ്ങളിൽ ഒന്നും തന്നെ ഒരു വിശുദ്ധിയും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും ഇല്ലാത്തത്, മറ്റുള്ളവർക്കും ഇല്ലാത്തത്. നമ്മളിതെല്ലാം അർത്ഥമില്ലാത്തൊരു വാക്ക് പോലെ ഇങ്ങനെ ഉപയോഗിക്കുകയാണ്. മുഅ്മിനാകാന്ന് പറഞ്ഞാൽ എന്തോ ഒരു കോലം കെട്ടലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചില ആചാരാനുഷ്ഠാനങ്ങളുമായി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നവരാണോ എന്നെല്ലാമുള്ള ഒരു ധാരണയിലാണ് നമ്മളെല്ലാം ഈ വാക്കിനെ കാണുന്നത്. ഒരു മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ പൂർണ്ണ നിർഭയത്വം പ്രാപിക്കുന്ന, അള്ളാഹുവിൽ പൂർണ്ണ തവക്കുലുള്ള, അള്ളാഹുവിൽ ജീവിതത്തെ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്ന ഒരവസ്ഥയാണ്. ആ ഭരമേൽപ്പിക്കുന്ന അവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പല കുഴപ്പങ്ങളും നിലനിൽക്കുന്നത്. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്നെല്ലാം പറയും, അത് അങ്ങ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഭയപ്പെടുന്നുണ്ട്, നമ്മൾ ആരൊക്കെയോ ശങ്കിക്കുന്നുണ്ട്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴും വേവലാതിയും ആകുലതയും എല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്ത് 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 എന്നുള്ള നിരന്തരമുള്ള ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യന് അത്തരത്തിലുള്ള ആകുലത ഉണ്ടാവൂല എന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത്. പണ്ഡിതന്മാര് എന്നല്ല, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ ഈ പണ്ഡിതന്മാര് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സംഭവമാണെന്ന് നമ്മൾ ഇങ്ങനെ പറയണ്ട. അത് ഒരു നേർചിത്രമായി റസൂൽ നിലനിൽക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമ്പിയാക്കന്മാര് നിലനിൽക്കുന്നുണ്ട്, അവരോടൊപ്പം ചേർന്നവർ നിൽക്കുന്നുണ്ട്. നമ്മൾ തൊട്ടടുത്ത് റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ നിൽക്കുന്നുണ്ട്. അവർ മുഅ്മിനീങ്ങളായിരുന്നു. അവരാരും റസൂലുള്ളാഹിനോട് ഒരിക്കൽ പോലും വന്നിട്ട് അവരുടെ മാനസിക സംഘർഷത്തെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മളൊരു ഹദീസിലും കാണൂല. പടച്ച തമ്പുരാന് ഒരു റസൂലിന്റെ വാക്കുകൾ കേട്ട്, ഒരു റസൂലിന്റെ അധ്യാപനങ്ങൾ കേട്ട് ആ റിസാലത്തിനെ ഉൾക്കൊണ്ട് പ്രവാചകന്റെ കൂടെ കൂടിയ ഒരു വ്യക്തിയും എനിക്കിങ്ങനെ മാനസിക സംഘർഷമുണ്ട്, എനിക്ക് ടെൻഷൻ ഉണ്ട് എന്നെല്ലാം പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ?
ഏതെങ്കിലും ഹദീസിൽ നിങ്ങൾ വായിച്ചതായിട്ട് നിങ്ങൾക്ക് അറിയോ? കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് അമ്പിയാക്കന്മാരെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് റസൂൽ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അള്ളാഹു ചെയ്യൂ. തവക്കലു ഇൻ കുൻതും മുതവക്കിലീൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പഠിപ്പിച്ച ആ പ്രവാചകൻ എങ്ങനെയൊക്കെയാണ് അള്ളാഹുവിൽ പൂർണ്ണമായി നിർഭയത്വം ജീവിക്കുന്നതെന്നും ആ നിർഭയത്വത്തെ ദർശിച്ചുകൊണ്ട് ആ പ്രവാചകന്റെ മനസ്സിനെയും ആ പ്രവാചകന്റെ നിർഭയത്വമുള്ള ജീവിതത്തെയും കണ്ടുകൊണ്ട് ആ പ്രവാചകന് ചുറ്റുമിരിക്കുന്ന ആ ഒരു മനുഷ്യരുടെ മനസ്സിന്റെ ഒരു ഒരു ശാന്തമായ ഒരു അവസ്ഥാവിശേഷത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തൊരു മനോഹരമായ ജീവിതമാണ്. നമുക്ക് തീരാത്ത പ്രശ്നങ്ങളാണ്, തീരാത്ത സങ്കടങ്ങളാണ്, തീരാത്ത വേദനകളും വേവലാതികളുമാണ് നമുക്കുള്ളത്. അപ്പൊ ഇവിടെ മുഅ്മിനാകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സംഭവമാണ്. അള്ളാഹു ഒരു മുഅ്മിനായ മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് അള്ളാഹു സംരക്ഷിക്കുന്നത്? അള്ളാഹുവിൽ പൂർണ്ണമായി അഭയം പ്രാപിച്ചു കഴിഞ്ഞാല്, അള്ളാഹുവിന്റെ സംരക്ഷണത്തിൽ എനിക്ക് അള്ളാഹു എന്നെ പൂർണ്ണമായി എന്നെ പരിപാലിക്കുമെന്ന് ഒരാൾക്കൊരു ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാല്, അവൻ എൻ്റെ റബ്ബാണ് എന്ന ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാല്, അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചുള്ള പൂർണ്ണ തിരിച്ചറിവ് ഒരു മനുഷ്യനുണ്ടായിക്കഴിഞ്ഞാല് അവനിൽ ഉണ്ടായിത്തീരുന്ന ഒരു ഗുണമാണ് മുഅ്മിനാകുക എന്ന് പറയുന്ന ഒരു ഗുണം. അതുകൊണ്ട് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, ഈമാനെ കുറിച്ച് പറയുന്നിടത്ത് അൻതുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി. കണ്ടോ, എല്ലാം അള്ളാഹുവിന് അർപ്പിക്കുന്ന ഒരു ജീവിതാവസ്ഥ അല്ലെ? മനുഷ്യന് നമ്മുടെ നാട്ടിലെല്ലാം ഇതെല്ലാം പറയുമ്പോഴും ഇതിനെക്കുറിച്ചൊന്നും അതിന്റെ അഗാധമായ ഒരു അർത്ഥതലങ്ങളെ ഒരു ജീവിതത്തിന്റെ എല്ലായിടങ്ങളിലും പ്രകടിപ്പിക്കാത്തവരാണെങ്കിൽ പോലും അൽഹംദുലില്ലാ ഏറെക്കുറെ ഒരു ബാലൻസ് ചെറിയ രൂപത്തിലെങ്കിലും കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹമാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈ പടച്ചവന് കീഴ്പ്പെട്ടവരെന്ന് പറയുന്ന ഒരു സമൂഹത്തിലെല്ലാം പൊതുവെ ആത്മഹത്യ നിരക്കെല്ലാം വളരെ കുറഞ്ഞു നിൽക്കുന്നത്. അത് നമ്മളെ സൊസൈറ്റി അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. ആത്മഹത്യാ നിരക്ക് വളരെ കുറവാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് പലതരത്തിലുള്ള തെറ്റായ വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. അതിനെല്ലാം കാരണം ഇന്ന് നമ്മളെ ചുറ്റുപാടിൽ നിലനിൽക്കുന്ന ഈ എന്താ പറയാ ലിബറലിസവും അതുപോലെ തന്നെ നിരീശ്വരവാദവുമെല്ലാം തന്നെ നമ്മുടെ മക്കളെയും ഇന്ന് അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അള്ളാഹു മുഅ്മിനീങ്ങളാകാനും നമ്മുടെ മക്കൾക്ക് മുഅ്മിനീങ്ങളായി ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ. ആ വാക്കിനെ ഇങ്ങനെ ഉച്ചരിക്കുന്നതിനപ്പുറം ആ വാക്കിന്റെ ഉള്ളിലുള്ള ഒരു ജീവസുറ്റൊരു ആശയമുണ്ടല്ലോ, ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതവുമായി ചേർത്ത് പിടിക്കാനേ നമുക്ക് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സൗഭാഗ്യമായിരിക്കും അത്. അപ്പോ ഫക്കാന അബവാഹു മുഅ്മിനൈനി, ആ കുട്ടിയുടെ മാതാപിതാക്കള് അവര് മുഅ്മിനീങ്ങളായിരുന്നു. ഫഖശീന, അവിടെ നാം ഭയപ്പെട്ടു. ഒരു മുഅ്മിനായ മനുഷ്യനിൽ അള്ളാഹു എങ്ങനെയൊക്കെയാണ് അള്ളാഹു അവനോടുള്ള സ്നേഹവും കാരുണ്യവും അവനോടുള്ള കരുതലും എങ്ങനെയാണ് അള്ളാഹു രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഫഖശീന, അവിടെ നാം ഭയപ്പെട്ടു, അയ്യുർഹിഖഹുമാ, അവരെ രണ്ടുപേരെയും നിർബന്ധിതരാക്കി തീർക്കുമോ എന്ന്, അവരിൽ നിർബന്ധം ചൊലുത്തുമോ എന്ന്, തുഗ്യാനം വ കുഫ്ര, അതിക്രമത്തിനും അവിശ്വാസത്തിനും. അപ്പൊ ചില മക്കള് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തുമ്പോഴേ ഏതെല്ലാം തരത്തിലുള്ള സമീപനം സ്വീകരിക്കണമെന്ന് തുടക്കത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്. അത് അള്ളാഹു നേരിട്ട് പറയുകയല്ല ചെയ്യുന്നത്. ഒരു മാതാവിനെയും ഒരു പിതാവിനെയും മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പിതാവിന്റെ കർശനമായ ഉപദേശവും ആ ഉപദേശം നൽകുവാൻ ആ പിതാവ് സ്വീകരിക്കുന്ന വളരെ മാന്യവും ഹൃദ്യവും അതുപോലെ തന്നെ സ്നേഹനിർഭരവുമായ പ്രയോഗങ്ങൾ, ചുറ്റുപാടുകൾ മുഴുവനും അതിസങ്കീർണമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ മുഴുവനും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെറ്റ് കാണുകയും തെറ്റ് കേൾക്കുകയും അതിലേക്ക് വശീകരിക്കാൻ ചുറ്റും ആളുകൾ വട്ടം കൂടി പറക്കുകയും ചെയ്യുന്ന വളരെ ദാരുണമായ അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഒരു ഭൂമികയിലാണ് നമ്മളുള്ളത് അല്ലെ? പഠിപ്പിക്കുന്ന അധ്യാപകനോട് കൊലവിളി നടത്തുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വീട്ടിൽ വന്ന ആത്മഹത്യ ചെയ്യുന്ന മുസ്ലിം മാതാപിതാക്കളുടെ മക്കളെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ട് എന്നുള്ളത് ഒരു വിചിന്തനം നടത്തേണ്ടതുണ്ട്. നമ്മൾ വെറുതെ ഓരോന്നിങ്ങനെ പറഞ്ഞ്, പ്രത്യേകിച്ച് നമ്മുടെ പണ്ഡിതന്മാര്
അതുപോലെ തന്നെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിവർത്തനങ്ങൾ പിന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ വളരെ ഗൗരവതരേനെ കാണേണ്ട കുറെ പ്രശ്നങ്ങൾ നമ്മളെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഈ സൂറത്തും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന് നിരന്തരം വായിച്ചു പോകുമ്പോൾ അതെല്ലാം ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതെല്ലാം എന്തിനൊക്കെ വേണ്ടി ഇങ്ങനെ വായിച്ചു പോവുകയാണ്. അതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ആ പറയുന്ന ആയത്തുകളുടെ, ആ ഉപദേശങ്ങളുടെ എല്ലാം തന്നെ വ്യാഖ്യാനങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു ആവേശവും അതുപോലെ തന്നെ ശക്തിയും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കഴിയുള്ളൂ. അള്ളാഹു നമ്മളെയും നമ്മളെ മക്കളെയും എല്ലാം തന്നെ അള്ളാഹു നല്ലവരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നല്ല ചിന്തയുള്ള, നന്നായി കാര്യങ്ങളെ ഗൗരവത്തിൽ ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ പൊരുളറിഞ്ഞ് ജീവിക്കുന്ന സമൂഹമാക്കി അള്ളാഹു നമ്മളെ സമൂഹത്തെയും നമ്മുടെ ചുറ്റുപാടിനെയും അള്ളാഹു മാറ്റട്ടെ. നമ്മുടെ പരിസരങ്ങൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. നമ്മൾ വലിയൊരു വിഷയമാണ്. നമ്മൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ നമ്മിലേക്ക് മാത്രം വലിയല്ല വേണ്ടത്. നമ്മൾ നിരന്തരമുള്ള പരിശ്രമങ്ങൾ നമ്മളെ ചുറ്റും നടത്തേണ്ടതുണ്ട്. ഏഹ് പിന്നെ നമ്മളിങ്ങനെ മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടൈറ്റിൽ വെച്ചിട്ട് നമ്മൾ കുറെ പ്രഭാഷണം നടത്തിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. ധർമ്മബോധമുള്ള സമൂഹത്തിന് വേദ വിളിച്ചെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പ്രസംഗിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ധർമ്മബോധമുള്ള സമൂഹത്തെ എങ്ങനെ രൂപപ്പെടുത്തേണ്ടത്, അവരെങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടുവരേണ്ടത്, അതിന് പ്രവാചകന്മാര് ഏതെല്ലാം തരത്തിലുള്ള കാൽവെപ്പുകളാണ് നടത്തിയിട്ടുള്ളത്, ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത്, അത് നമ്മൾ നടത്തുന്നുണ്ടോ? അതിന് ഉതകുന്ന രൂപത്തിൽ ഖുർആനെ നമ്മൾ നമ്മുടെ പരിസരങ്ങളിൽ വ്യാഖ്യാനിക്കുന്നുണ്ടോ? ഒരു രാഷ്ട്രത്തിന്റെ, ഒരു സമൂഹത്തിന്റെ നല്ല ഭാവിക്ക് വേണ്ടി ആ രൂപത്തിലുള്ള കാൽവെപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ടോ? അങ്ങനെ നടത്താതിരിക്കുമ്പോൾ നമ്മളും അതിന്റെ ഉള്ളിൽ ദുഷിക്കും, നമ്മുടെ മക്കളും ദുഷിക്കും. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു അധ്യാപനമാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഏതൊരു സമൂഹം നശിച്ചു പോയത് ആ സമൂഹത്തിലെ അക്രമികള്, അനാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നവര്, അവരെ സൗര്യമായി നമ്മൾ വിടുകയും അവരുടെ കൈ നാം പിടിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണെന്നാണ്. അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറഞ്ഞു. ഒരു കപ്പല് ഒരു പിന്നെ ഹിദർ എന്ന സ്വാലിഹായ മനുഷ്യന് അതിന് തകരാറ് വരുത്തുന്നത് അത് അക്രമികളായ ആളുകൾ അത് പിടിച്ചടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമ്മളെല്ലാവരും കൂടി ഒരു കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹിയുടെ ഹദീസ് ഉണ്ടല്ലോ, മേലെയും താഴെയുമായി യാത്ര ചെയ്യുന്ന ആൾക്കാര് അവര് മുകളിൽ പോയിട്ട് വെള്ളം കോരിയെടുക്കുന്നു. എന്നാൽ എന്തിനാ അവരെ പോയിട്ട് പ്രയാസപ്പെടുന്നത്? നമുക്ക് ഇവിടെ തന്നെ വെള്ളം എടുക്കാലോ എന്ന് ഉദ്ദേശിച്ച് അതിന്റെ അടിഭാഗം അങ്ങ് തുറന്നാ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും നശിക്കും. അപ്പോ ആരെങ്കിലും പോയിട്ട് അവരെ കൈപിടിക്കണം, അത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയണം. അപ്പൊ നമ്മള് അവരോട് നമുക്കൊരു കടപ്പാടില്ല, അവരോട് നമുക്ക് ഒരു നീതിബോധവും ഇല്ല എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും അതിന്റെ ഉള്ളിൽ മുങ്ങിത്താഴും. നമ്മളെല്ലാവരും പിന്നെ നശിച്ചു പോകും. നമ്മുടെ നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ വിശുദ്ധി, കുടുംബത്തിന്റെ ശാന്തി, സമൂഹത്തിന്റെ സമാധാനം എല്ലാം നശിച്ചു പോകും. ആ ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മൾ മതവാദികളായി, വർഗവാദികളായി കുറെ കാലങ്ങളായി നമ്മിലേക്ക് മാത്രം ചുരുങ്ങി. പരിസരങ്ങളിൽ ധർമ്മത്തെക്കുറിച്ചുള്ള ശാസനകൾ നൽകാനോ ഇതെല്ലാവർക്കും ബാധകമാണ് എന്ന രൂപത്തിലുള്ള ചിന്ത പങ്കുവെക്കാനോ നമ്മൾ ആരും തയ്യാറല്ല. ഏറ്റവും ഇത് അനിവാര്യമായി നടത്തേണ്ട, അനിവാര്യമായി ഉയർത്തിപ്പിടിക്കേണ്ടതാണ് എന്ന ചിന്ത പോലും നമുക്ക് നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ്. അപ്പൊ പിന്നെ നമ്മളെ കുറിച്ചൊന്നും വേവലാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പരിസരങ്ങളെ കുറിച്ച് നമുക്കും ഒരു വേവലാതി വേണ്ടേ? നമുക്കും അതിൽ ദുഃഖം വേണ്ടേ? അത് വേറൊരുത്തന്റെ കുട്ടിയാണ് എന്നുള്ളത് കൊണ്ട്, വേറെ ആരുടെയൊക്കെയോ കുടുംബമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോകുന്നത് ശരിയാണോ? അപ്പോ നമ്മൾ മൊത്തം സമൂഹം മാറാൻ ആവശ്യമായ രൂപത്തിലുള്ള ഇടപെടൽ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ വളരെ കുറച്ച് എത്ര ആളുകളാണ് ഇതിലുള്ളതെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മൾ ഗൗരവത്തിൽ ആ വിഷയം നമ്മൾ ഒന്ന് പഠന വിധേയമാക്കുകയും അതിനനുസരിച്ചുള്ള ഇടപെടൽ നമ്മൾ നടത്തുകയും വേണം. ഏതായാലും ഫഅറദിന അൻ ഉബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറ, അങ്ങനെ നാം ഉദ്ദേശിച്ചു. കണ്ടവിടങ്ങള് ഫഖശീന എന്ന് ഉപയോഗിച്ചു. പിന്നെ ഫഅറദിന നാം ഉദ്ദേശിച്ചു. മേലെ ഫഅറത്തു എന്നാണ് പറഞ്ഞത്. ഫഅറദിന അവിടെ നാം ഉദ്ദേശിച്ചു. അൻ യുബ്ദിലഹുമാ അവ രണ്ടുപേർക്കും പകരമായി നൽകാൻ, റബ്ബുഹുമാ അവരുടെ പരിപാലകനായ നാഥൻ, എന്താണ്? ഖൈറം മിൻഹു അവനിൽ നിന്നുള്ള നന്മയെ, സകാത്തൻ അത് നൽകിയതിന് ശേഷം അവർക്ക് ഒരിക്കലും തന്നെ അത്തരത്തിലുള്ള അപകടം വരാത്ത രൂപത്തിൽ അവരോട് കാരുണ്യപൂർവ്വമായി ഇടപെടാനും. അവിടെ റഹ്മത്ത് എന്നുള്ള വാക്കിന് അങ്ങനെയാണ് മുഫസ്സിരീങ്ങൾ അർത്ഥം പറയുന്നത്. ഒരു അനുഗ്രഹം വന്ന് അത് നീങ്ങിപ്പോകാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് അതിനെ അള്ളാഹു ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുക.
അപ്പോ അത്തരം ഒരു അവസ്ഥയിലേക്കും അള്ളാഹു അവരെ നയിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചു. മാഷാ അല്ലാ, ഒരു മുഅ്മിനാകുന്നതിന്റെ ഒരു ബെനിഫിറ്റ് നോക്കിയാട്ടെ. അതാ ഞാൻ പറഞ്ഞത്, മുഅ്മിനാകുക എന്ന വാക്കിനെ അർത്ഥമില്ലാത്ത ഒരു വാക്കായി. മുഅ്മിൻ എന്നും മുസ്ലിം എന്നുള്ള വാക്കെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മളെ പരിസരങ്ങളിൽ. അതെല്ലാം ഒരു കോലം കെട്ടലായിട്ട്, അല്ലെങ്കിൽ ഒരു ഒരു എന്തൊക്കെയോ ചില രൂപമാറ്റങ്ങൾ വരുത്തലായിട്ട് മാത്രം വിശ്വസിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അതിനപ്പുറം എങ്ങനെയാണോ ഈ വാക്കിനെ, ഒരു അറബി ഭാഷയിൽ പിറന്നു വീണ ആളുകൾ എങ്ങനെയാണോ ഈ വാക്കുകൾക്കെല്ലാം തന്നെ ശരിയായ അർത്ഥവും ആശയവും നൽകുന്നത്, അതുപോലെ നമുക്ക് നൽകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ അള്ളാഹുവിന്റെ മഹാകാരുണ്യത്തെ അള്ളാഹു ഇവിടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ മുഅ്മിനായി കഴിഞ്ഞാൽ, നമ്മൾ മുഅ്മിനായി കഴിഞ്ഞാൽ അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെടുകയും അവരിൽ നിർഭയത്വം പ്രാപിക്കുകയും അള്ളാഹുവിന്റെ സംരക്ഷണം എന്നിൽ ഉണ്ടാകുമെന്ന് പൂർണ്ണ ബോധ്യമുണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എങ്ങനെയൊക്കെയാണ് നിങ്ങൾ അള്ളാഹു ഇടപെടുക, അള്ളാഹുവിന്റെ കാരുണ്യം എങ്ങനെയൊക്കെയാണ് വർഷിക്കുക, അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ റഫത്തും അള്ളാഹുവിന്റെ ലുത്തുഫും എല്ലാം എങ്ങനെയാണ് നമ്മളിൽ ഉണ്ടാകുക എന്നും, അതുകൊണ്ട് എങ്ങനെയാണ് അള്ളാഹു നമ്മളെ വലയം ചെയ്ത് നിൽക്കുക എന്നുള്ളതിലും തന്നെ ഈ ഒരു വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി പറയാണ് അമ്മൽ ജിദാറു, ഇനി നാം ആ ശരിപ്പെടുത്തിയ മതിലുണ്ടല്ലോ, ഫക്കാനലി ഗുലാമൈനി യതീമൈനി, രണ്ട് അനാഥ മക്കളുടേതാണ്. ഫിൽ മദീനത്തി, ആ പട്ടണത്തിൽ തന്നെയുള്ള, വക്കാന തഹ്തഹു കൻസുൽ ലഹുമാ, ആ മതിലിന് ചുവട്ടിൽ അവർക്ക് വേണ്ടി സൂക്ഷിച്ച നിധിയുണ്ട്. തഹ്തഹു കൻസുൽ ലഹുമാ, അവർക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച അവരുടെ സ്വത്തുണ്ട്, നിധിയുണ്ട്. വക്കാന അബൂഹുമാ സ്വാലിഹ, അവരുടെ ഉപ്പയും ഉമ്മയും സ്വാലിഹീങ്ങളായിരുന്നു. ഒരു സ്ഥലത്ത് മുഅ്മിൻ എന്ന വാക്ക് ഉപയോഗിച്ചു, ഇവിടെ നോക്കൂ നിങ്ങള്, അബൂഹുമാ സ്വാലിഹ, അവരുടെ ഉപ്പയും ഉമ്മയും സ്വാലിഹായിരുന്നു. ഫഅറാദ റബ്ബുക, അതിനാൽ നിന്റെ നാഥൻ ഉദ്ദേശിച്ചു. നോക്കൂ നിങ്ങൾ, ഫഅറാദ റബ്ബുക, ഫഅറദിന എന്നുള്ളിടത്ത് അള്ളാഹുവിന്റെ മശീഅത്തുമായിട്ട് അതിൽ അദ്ദേഹത്തിന് ആ ഒരു മശീഅത്തിനെ അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് റബ്ബ് മനുഷ്യന്റെ ചിന്തയിൽ അവന്റെ പ്രവൃത്തിയിലെല്ലാം ഇടപെടുന്നത് എന്ന്. ഇവിടെ പൂർണ്ണമായിട്ട് കാരുണ്യത്തിന്റെ, ദയയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ ഒരു മൂർത്തഭാവത്തെ അവതരിപ്പിക്കുന്ന ഇടം വന്നപ്പോൾ അതിനെ പൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ പരിപാലകനായ അള്ളാഹുവിലേക്ക് അതിനെ പൂർണ്ണമായി ചേർത്ത് പറയാണ്. അറാദ റബ്ബുക, അപ്പോൾ നിന്റെ പരിപാലകനായ നാഥൻ ഉദ്ദേശിച്ചു, അശുദ്ധഹുമ കൻസഹുമ, അവർക്ക് ശക്തി, കൻസഹുമ, അവരുടെ ആ നിധിയെ, ഇവിടെ അശുദ്ധ എന്ന് ഉപയോഗിച്ചത് റുഷ്ത് എന്ന വാക്കല്ല ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. റുഷ്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നതിലുള്ള വിവേകപൂർണമായ ഒരു ഇടപെടലാണ്. എന്നാൽ ഇവിടെ അശുദ്ധഹുമ എന്നുള്ളതിനെ അവർക്ക് ശക്തി, കൂവത്ത് എന്നുള്ള ഒരു അർത്ഥമാണ് നൽകുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ആ സമൂഹത്തിൽ പറഞ്ഞല്ലോ, ഒരു കാരുണ്യമില്ലാത്തൊരു സമൂഹമായിരുന്നു, അവര് അക്രമികളായിരുന്നു, നീതിബോധമില്ലാത്തൊരു സമൂഹമായിരുന്നു. അതുകൊണ്ടാണ് ആ പട്ടണത്തിൽ പോയ ആ രണ്ട് വ്യക്തികളോട്, ഒരു പ്രവാചകനായ, ഒരു സ്വാലിഹായ ഒരു മനുഷ്യൻ, ഒരു പ്രവാചകൻ, എന്നിട്ട് ആ പട്ടണ നിവാസികൾ പൂർണ്ണമായി നിരാകരിച്ചു, ഒരു വെള്ളം പോലും കൊടുത്തില്ല. അപ്പൊ അവര് വളരെ അക്രമികളായിരുന്നു, അവര് കാരുണ്യമില്ലാത്തവരായിരുന്നു, ദയാവായ്പയില്ലാത്തവരായിരുന്നു, കയറി വരുന്ന മനുഷ്യരോട് ഒരു മര്യാദയും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഈ കൻസ് സംരക്ഷിക്കണമെങ്കിൽ അള്ളാഹു അവർക്ക് തന്നെ ശക്തി നൽകേണ്ടതുണ്ട്. അവരുടെ ആക്രമണത്തെ നേരിടാൻ പറ്റുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ അവരിൽ നിന്ന് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അന്യായം നേരിടേണ്ടി വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചിന്താശക്തിയും ആരോഗ്യശക്തിയും അവർക്കുണ്ടാവേണ്ടതുണ്ട് എന്ന് ഇതിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഒരു അക്രമികളായ ഒരു സമൂഹത്തോട് ഏതെല്ലാം തരത്തിലുള്ള ശക്തി പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത ഇതിൽ വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അന്യായം കാണിക്കുന്നവരോട്, അനീതി കാണിക്കുന്നവരോട്, അതിക്രമം പ്രകടിപ്പിക്കുന്നവരോട് എങ്ങനെയാണ് നമ്മൾ ആ വിഷയത്തെ നോക്കിക്കാണേണ്ടതും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും അള്ളാഹുവിലൂടെ പഠിപ്പിക്കുന്നുണ്ട് എന്നാ.
അപ്പൊ അതാ പറഞ്ഞത്, നമ്മൾ വെറുതെ ഇങ്ങനെ വായിച്ചു. ഇമാം ഷഹറാബി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ അവർക്ക് റുഷ്ത് വരുന്നതിന് മുമ്പ് എന്നല്ല, റുഷ്ത് നാം പിന്നെ അവർക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചു എന്നല്ല അള്ളാഹു ഉപയോഗിക്കുന്നത്. അപ്പൊ അശുദ്ധഹുമാന, അവരെ നാം ശക്തിപ്പെടുത്തുവാൻ, അവർക്ക് ശക്തി ലഭിക്കുന്ന പിന്നെ നാം നൽകുവാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ അവർക്ക് ആ ശക്തി വരുന്നത് വരെ നാം അതിനെ സംരക്ഷിക്കുവാൻ നാം ആഗ്രഹിച്ചു. എന്നിട്ട് അവർക്ക് അതിന് പുറത്തെടുക്കുമ്പോൾ ആരെങ്കിലും വന്ന് പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധം തീർത്തു കഴിഞ്ഞാൽ അതിനോട് അതിശക്തമായ പ്രതിരോധം തീർക്കുവാനും അവരുടെ അവകാശങ്ങളെ അവർക്ക് നേടിയെടുക്കുവാനും പറ്റുന്ന രൂപത്തിലുള്ള ഒരു ശക്തി അവർക്ക് നാം നൽകുവാൻ അള്ളാഹു ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ. അപ്പോ അന്യായത്തോട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടതും അതിനു വേണ്ടിയുള്ള പിന്നെ നീക്കങ്ങൾ എങ്ങനെയാണ് നടത്തേണ്ടത് എന്നും അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നിന്റെ പരിപാലകനായ നാഥനിൽ നിന്നുള്ള കാരുണ്യമായി. എന്നിട്ട് പിന്നെ പറയാണ്, അംരി, ഇതൊന്നും എന്റെ ഒരു ഇഷ്ടമനുസരിച്ച് ഞാൻ ചെയ്തതല്ല. ഇതാണ് ഇതിന്റെ ശരിയായ ആശയവും അർത്ഥവും, അല്ലെങ്കിൽ വ്യാഖ്യാനം. തഅ്വീലു, ഇവിടെ തഅ്വീൽ എന്ന് പറഞ്ഞാൽ ഹഖീഖത്ത്, യാഥാർത്ഥ്യം ഇതാണ്. മാലം തസ്തതി അലൈഹി സബ്ര, നിനക്ക് ക്ഷമിക്കാൻ കഴിയാതെ പോയ ആ കാര്യങ്ങളുടെ ശരിയായ വസ്തുത ഇതാണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക, സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സ്വാലിഹ് എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ചില സമയങ്ങൾ നിങ്ങൾ കേട്ടില്ല, റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്, എന്താണ്, അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഭൂമിയിൽ പിന്നീട് ഉപകരിക്കല് സ്വാലിഹായ മക്കളാണ് എന്നാണ്, അല്ലേ? റസൂലുള്ളാഹിന്റെ ആ ഒരു ഹദീസിനെ നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് നമ്മളെ മക്കളോട് കടപ്പാടുണ്ട്, മക്കൾക്ക് നമ്മളോടും കടപ്പാടുണ്ട്. മക്കൾക്ക് വേണ്ടി നമ്മൾ സ്വാലിഹീങ്ങളാകണം, നമുക്ക് വേണ്ടി നമ്മളെ മക്കളും സ്വാലിഹീങ്ങളാകണം. സ്വാലിഹാക എന്ന് പറഞ്ഞാല് ജീവിതത്തെ ഏറ്റവും നന്നായി അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് വിശുദ്ധമായ വഴിയിലൂടെ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരെ യഥാവിധി പിൻപറ്റി പടച്ച തമ്പുരാനിൽ നിന്നുള്ള കൽപ്പനകളെ പൂർണ്ണമായി ഉൾക്കൊണ്ട് ചായ്വില്ലാതെ വളവില്ലാതെ നേരായ വഴിയിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് സ്വാലിഹായ മനുഷ്യൻ എന്ന് പറയുന്നത്. അവിടെ ആ വ്യക്തിയിൽ ഈമാന് അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തോടു കൂടി നിൽക്കും. അവന്റെ അഖ്ലാഖ്, അവന്റെ സ്വഭാവം ഉത്കൃഷ്ടമായിരിക്കും. അതിൽ നിന്ന് സുഗന്ധം പ്രസരിക്കും. ആരെയും വെറുപ്പിക്കാത്ത, ആരെയും നിന്ദിക്കാത്ത, നിരാകരിക്കാത്ത ഏറ്റവും നല്ല സ്വഭാവമായിരിക്കും ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടാകുക. അവരുടെ നോട്ടവും അവരുടെ കാഴ്ചയും അവരുടെ വിചാരങ്ങളുമെല്ലാം തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും. അത്തരത്തിലുള്ള ഒരു ജീവിത വഴിയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ അവന്റെ കുട്ടികൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അയാളുടെ ജീവിതം എന്നുള്ളത്. കുട്ടികളോട് നമുക്ക് കടപ്പാടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കടപ്പാട് നമ്മൾ സ്വാലിഹീങ്ങളാകുക എന്നുള്ളതാണ്. നമ്മൾ സ്വാലിഹായിക്കൊണ്ട്, നല്ലവനായിക്കൊണ്ട്, ഉത്കൃഷ്ടനായിക്കൊണ്ട്, നീതിബോധമുള്ളവനായിക്കൊണ്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ടവനായിക്കൊണ്ട്, സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഏറ്റവും നല്ല മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് തിരിച്ചും നമ്മളോട് കടപ്പാടുണ്ട്. അവർ നമുക്ക് സ്വാലിഹാകുക എന്നുള്ളത്. അവർ സ്വാലിഹായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മരണശേഷം അവരുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു വൃത്തികെട്ട വഴിയിൽ ജീവിക്കുന്ന, അനീതിയും അന്യായവും അനാശ്വാസവുമെല്ലാം ജീവിതത്തിൽ വഴിയായി സ്വീകരിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഒരു ഉമ്മാക്കോ ഉപ്പാക്കോ ജീവിതത്തിലോ മരണശേഷമോ ഒരു ഉപകാരം ഉണ്ടാവില്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കുട്ടി തീർച്ചയായും സ്വാലിഹായിരിക്കും. പടച്ചോനെ, എന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതിന്റെ പകരം എൻ്റെ ഉപ്പാക്കും എൻ്റെ ഉമ്മാക്കും പടച്ചോനെ നീ കരുണ ചെയ്യണേ എന്ന്. അത് ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല പ്രാർത്ഥന, മരിച്ചതിന് ശേഷവും നമ്മുടെ ഉപ്പയുടെ ഖബറിന്റെ അരികിൽ നിന്ന്, നമ്മുടെ ഉമ്മയുടെ ഖബറിന്റെ അരികിൽ നിന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കേണ്ട ഒരു മഹാപ്രാർത്ഥനയാണത്. അങ്ങനെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സ്വാലിഹായി കഴിഞ്ഞാൽ അവർക്ക് സമ്മാനമായി
നമ്മൾ സ്വാലിഹായി മാറി അവർക്ക് വേണ്ടി അത്തരം ഒരു പ്രാർത്ഥന നടത്തേണ്ടതുണ്ടോ എന്നുള്ളത് ബുദ്ധിയും ചിന്തയും എല്ലാം പ്രാപിച്ച മക്കളും ചിന്തിക്കുകയും നമ്മൾ അതിന് വേണ്ടി അവർക്ക് വേണ്ടി ആ മാർഗം തെളിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മളിന്ന് ഈ നിമിഷം നമ്മുടെ മുമ്പിൽ ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളില്ല, പലരുടെയും മാതാപിതാക്കള് ഭൂമിയിലില്ല അല്ലെ? അവരെല്ലാം കുറിച്ച് നമ്മൾ വേദനയോടുകൂടി ഓർക്കുകയും അൽഹംദുലില്ലാ അവരുടെ എല്ലാം തന്നെ ത്യാഗഫലമായി നമുക്ക് നൽകിയ മഹാ കാരുണ്യത്തിന്റെ വഴിയായി നമ്മൾക്ക് ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യം കൊണ്ട് നമുക്ക് കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള സന്താനങ്ങളെ നമുക്കും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ സ്വാലിഹികളാകണം. അള്ളാഹു എങ്ങനെയാണ് ഒരു സ്വാലിഹായ മരിച്ചുപോയ ഒരു മാതാപിതാക്കളുടെ യതീമായ കുട്ടികളെ അള്ളാഹു എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് അള്ളാഹു സംരക്ഷിക്കുകയും അതിനെ അള്ളാഹു കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ വചനം വായിച്ചു പോകുമ്പോൾ നമ്മൾ വെറുതെ അങ്ങ് വായിച്ചു പോകുന്നതിന് പകരം നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും അള്ളാഹു നമ്മൾ സ്വാലിഹ്യങ്ങളാണെങ്കിൽ നമ്മുടെ മരണശേഷം നമ്മളെ മക്കൾ അള്ളാഹു പരിപാലിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിന്റെ കാരുണ്യവും അവർക്ക് മുകളിൽ അള്ളാഹു ഒരു മഴയായി, ഒരു കാരുണ്യത്തിന്റെ വർഷമായി അള്ളാഹു അവർക്ക് മുമ്പിൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. അതിനാല് നമ്മളും ആ ഒരു ശ്രമത്തിൽ മുഴുകേണ്ടതുണ്ട്. നമ്മളെ മക്കൾ അതിനു വേണ്ടി പാകപ്പെടുത്തേണ്ടതുണ്ട്. അവർ വലുതാവുമ്പോഴേ നമുക്കതിന് പകരമായി അവർ സ്വാലിഹാകുക എന്ന ഒരു വലിയൊരു ധർമ്മം നടത്തി നമുക്ക് മാതാപിതാക്കൾ അങ്ങോട്ട് കാണിച്ച് കാരുണ്യത്തിന് തിരിച്ച് സ്വാലിഹായിക്കൊണ്ട് തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു നമ്മളെയും നമ്മളെ മക്കളെയും എല്ലാം തന്നെ അള്ളാഹു നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.